എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം എനിക്ക് ഈ ഒരു കോണ്ടന്റ് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. കാരണം ഒരു സൈഡിൽ ഒരു മനുഷ്യൻ്റെ പേര് എങ്ങനെ നശിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു വ്യക്തി നിൽക്കുന്നു. എന്നാൽ മറ്റേ സൈഡിൽ ആ മനുഷ്യൻ്റെ പേര് എങ്ങനെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തി നിൽക്കുന്നു. ഇത് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു മത്സരമാണ്. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതെ, കിച്ചു സുധി. കിച്ചു, കൊല്ലം സുധിയുടെ മകൻ. ഇന്നലെ കിച്ചുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. മെനിഞ്ഞാന്ന് കൊല്ലം സുധിയുടെ ഭാര്യയുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊല്ലം സുധിയുടെ ഭാര്യയുടെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് മുഴുവനും തോന്നിയവാസങ്ങൾ മാത്രം ചോദിക്കുക, തോന്നിയവാസങ്ങൾ മാത്രം വിളിച്ചു പറയുക. ഇതായിരുന്നു ആ ഇൻ്റർവ്യൂ. അതിനകത്ത് ഭർത്താവിനെ വലിച്ചു കീറുന്നു, ഭർത്താവിൻ്റെ വീട്ടുകാരെ വലിച്ചു കീറുന്നു, മകനെ വലിച്ചു കീറുന്നു, വളർത്തുമകൻ, എടുത്തു പറയണം, വളർത്തുമകനെ വലിച്ചു കീറുന്നു. അങ്ങനെ പോകുന്നൊരു ഇൻ്റർവ്യൂ. ഞാൻ അതേക്കുറിച്ച് സംസാരിക്കാനേ ഉദ്ദേശിക്കുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഇനിയും പഴയ കാര്യങ്ങൾ ചകഞ്ഞ് വലിച്ചു കീറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ ചത്ത പാമ്പിനെ വീണ്ടും അടിച്ചു കൊല്ലുന്നതിൽ അർത്ഥമില്ല, അല്ലേ? സുഖമില്ലാന്ന് അറിഞ്ഞപ്പോൾ ആ സമയം മുതൽ ഇവരുടെ വിഷയങ്ങളൊക്കെ നിർത്തിവെച്ചു. പിന്നെയും പല പല കോൺട്രവേഴ്സികൾ മനഃപൂർവ്വം ഉണ്ടാക്കി. ആ സമയത്ത് വീണ്ടും വീഡിയോ ചെയ്തു. അവസാനം ഇവരുടെ ബില്ലിൻ്റെ പ്രശ്നം വന്നപ്പോഴേക്കും ഞാനും മനുവും കൂടി പോയിട്ട് ആ ബില്ലിൻ്റെ കാര്യം സംസാരിച്ചു. അത് അന്വേഷിച്ചപ്പോഴേക്കും അത് അവിടെ നിന്ന് കിട്ടിയ അറിവ് പ്രകാരം ജെന്യൂനാണെന്ന് മനസ്സിലായി. അത് ഞങ്ങൾ പുറത്ത് സംസാരിച്ചു, പുറത്ത് വിട്ടു. ആ ബില്ലിൻ്റെ വിവാദം അവിടെ അവസാനിച്ചു. പിന്നെ ആരും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാതെയായപ്പോൾ എന്താ സംഭവിച്ചത്? അയ്യോ, റീച്ച് കുറഞ്ഞു, വ്യൂസ് കുറഞ്ഞു, വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇവരെന്ത് വീഡിയോ ചെയ്താലും കമൻറ്റ് ബോക്സിൽ നെഗറ്റീവും പോസിറ്റീവും വരും. കുറേ അധികം നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നു, കുറേ പോസിറ്റീവ് കമൻറ്റുകൾ വരുന്നു. എന്നാൽ പോലും അങ്ങോട്ട് എത്തുന്നില്ല, പഴയ റീച്ചിലേക്ക്, പഴയ പ്രതാപത്തിലേക്ക് എത്തുന്നില്ല. ഓ ശരി, എന്നാൽ പിന്നെ ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തേക്കാം എന്നും പറഞ്ഞിട്ട് ഒരു കുത്തിത്തിരിപ്പുകാരി തന്നെ മുൻപ് രേഖ രതീഷ്, രേഖ ചേച്ചിയുടെ വിഷയത്തിനകത്ത് ഒരു ചാനലിൽ വന്നിരുന്നിട്ട് മൂന്ന് ആങ്കേഴ്സ് വന്നിരുന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ലെവലിലുള്ള സംസാരമായിരുന്നു. അതിനകത്തുള്ളൊരു ആങ്കർ അവർ വന്നിരുന്നിട്ട് ഏറ്റവും തോന്നിയവാസകരമായിട്ടുള്ള ചോദിച്ചു. ആ ചോദ്യമൊന്നും ഞാനിവിടെ വെക്കുന്നില്ല, പറയുന്നില്ല, സംസാരിക്കുന്നില്ല, ആ വിഷയമേ സംസാരിക്കുന്നില്ല. പക്ഷേ ഇത്രയും പറയാതെ എനിക്ക് കിച്ചുവിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഏറ്റവും വൃത്തികെട്ട ചില ചോദ്യങ്ങളുമായിട്ട്, അതിലും വൃത്തികെട്ട രീതിയിൽ മറുപടികളുമായിട്ട് ആ ഇൻ്റർവ്യൂ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇന്നലെ ഞാൻ കിച്ചുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടത്. അത് മച്ചാൻ വ്ളോഗ്സിൽ, നമ്മുടെ മാഹിൻ മച്ചാൻ, ക്ലബ് ഓഫ് എമ്മിലെ RJ ആണ്. മാഹിൻ്റെ ചാനലിൽ കിച്ചുവിൻ്റെ ഒരു പോഡ്കാസ്റ്റ് കണ്ടു. ശരിക്കും ഭയങ്കര മനസ്സ് നിറഞ്ഞു. കാരണം കിച്ചുവിന് ആരെയും കുറ്റപ്പെടുത്താനില്ല, കിച്ചുവിന് ആരെയും പഴി പറയാനില്ല, കിച്ചുവിന് ആരെക്കുറിച്ചും മോശമായിട്ടൊന്നും സംസാരിക്കാനല്ല. അവൻ സംസാരിക്കുന്നത് അവനെക്കുറിച്ചാണ്, അവൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിനെ കുറിച്ച്, അവൻ്റെ അച്ഛനോടുള്ള അവൻ്റെ സ്നേഹത്തെക്കുറിച്ച്, അവൻ്റെ അച്ഛന് വേണ്ടി അവന് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച്, പിന്നെ അവനും അവൻ്റെ അച്ഛനും തമ്മിലുള്ള വഴക്കുണ്ടായ ഒരു വിഷയം, അതൊക്കെ സംസാരിച്ച് പോകുന്നൊരു ഇൻ്റർവ്യൂ. അത് കണ്ടപ്പോൾ എത്ര മെച്ചുവേർഡാണ്, 21 വയസ്സ്, അവൻ എത്ര മെച്ചുവേർഡാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നി. ഒരു ബിസിനസ്സുകാരനാവാൻ ശ്രമിക്കുന്ന, സ്വന്തമായിട്ടൊരു വീട് വേണം, സ്ഥലം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു പയ്യൻ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പല ആൾക്കാരും ഇൻ്റർവ്യൂ കണ്ടു കാണും. നിങ്ങൾക്കും അതേ ഒരു ഫീൽ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കിച്ചുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 90% ആൾക്കാരും 99% ആൾക്കാരും പോസിറ്റീവ് കമൻറ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ ചില പ്രസക്ത ഭാഗം, ഞാൻ എല്ലാം ഒന്നും വെക്കുന്നില്ല, നിങ്ങൾക്ക് ആ ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂ പൂർണ്ണമായിട്ട് കാണാൻ പറ്റും. ഏകദേശം 46 മിനിറ്റോളം ഉള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അതിൻ്റെ കുറച്ച് പോർഷൻ മാത്രം നമുക്കൊന്ന് സംസാരിക്കാം. കിച്ചു വളർന്നു വന്ന കാര്യങ്ങൾ, അവൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ കാര്യങ്ങളൊന്നും ടച്ച് ചെയ്യുന്നില്ല. അവൻ്റെ ക്ലോത്തിങ് ബ്രാൻഡും, അവൻ്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛന് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചും. കാരണം അവൻ്റെ അച്ഛൻ പോകുന്ന സമയത്ത് അവന് 18 വയസ്സാണ്. ഈ 18 വയസ്സിൽ അവനും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത്. നമുക്ക് ഈ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ട് സംസാരിക്കാം. അപ്പോൾ കിച്ചു ഇവിടെ എത്തിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും. കിച്ചു പറഞ്ഞോ, കിച്ചുവിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കിച്ചുവിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തായിരിക്കും? കിച്ചു, എൻ്റെ പേര് കിച്ചു, 21 വയസ്സ്. ഇപ്പം കല്യാണം കഴിക്കാൻ വേണ്ടി മുട്ടിയിരിക്കും. ഇപ്പം പെട്ടെന്ന് അറിയപ്പെടണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞ പോലെ കൊല്ലം സുധിയുടെ മകനാണ്. ഇപ്പം വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. കിച്ചുവിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, അവൻ ഇതുവരെയും എവിടെയും അവൻ്റെ അച്ഛൻ്റെ പേരിൽ അറിയപ്പെടാൻ വേണ്ടി സംസാരിച്ചിട്ടില്ല. ഞാനിങ്ങനെ കൊല്ലം സുധിയുടെ മകനാണെന്നോ അങ്ങനൊന്നും അവൻ സംസാരിച്ച് കേട്ടിട്ടില്ല. പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ അവൻ പറയുന്നുണ്ട് അവൻ്റെ അച്ഛൻ്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹമുണ്ട്. അത് ആദ്യമായിട്ടാണ് അവൻ പറയുന്നതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മുൻപ് എവിടെയും ഞാൻ ഇന്ന ആളുടെ മകനാണ് എന്ന് പറഞ്ഞൊരു അവകാശവാദവുമായിട്ട് അവൻ വന്നിട്ടില്ല. പക്ഷേ വേറെ ചില ആൾക്കാരുണ്ട് ഇതുപോലെ സുധി നാഴികയ്ക്ക് 40 സുധി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഇതുപോലെ നിറം മാറില്ല എന്ന് പറയേണ്ടി വരും. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ ഈ ഒരു ഏജിൽ കൊല്ലം സുധിയുടെ മകനായിട്ടാണ് അവൻ ഇപ്പോൾ അറിയപ്പെടുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, നാളെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ കിച്ചു സുധി അല്ലെങ്കിൽ കിച്ചു RD എന്ന പേരിൽ തന്നെ അവൻ അറിയപ്പെടും. അവൻ്റെ ക്ലോത്തിങ് ബ്രാൻഡ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ട്. അത് മുന്നോട്ട് പോകുന്നതിലൂടെ തന്നെ അവൻ ഈ ലൂപ്സി ബൈ കിച്ചു എന്നുള്ള ആ ബ്രാൻഡിൻ്റെ പേരിൽ തന്നെ അവൻ അറിയപ്പെടും. അവൻ്റെ സ്വന്തം പേരിൽ അവൻ അറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ അവൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടും അല്ലെങ്കിൽ അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം,
ഇത്രയധികം ഡിറ്റർമിനേഷൻ ഉള്ള ഒരു പയ്യൻ ഈ ഒരു ഏജിൽ 21 വയസ്സിൽ അവന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അത് വഴി കാണിക്കാൻ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അവൻ അവിടെ എത്തുകയും ചെയ്യും. അതിനിപ്പോൾ എന്തായാലും അവൻ്റെ വല്യച്ഛനും അവൻ്റെ വല്യച്ഛൻ്റെ വീട്ടുകാരും ഒക്കെ അവൻ്റെ കൂടെ തന്നെ നിൽപ്പുണ്ട്. അവരുടെ വെബ്സൈറ്റിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്, ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ വീഡിയോയ്ക്കകത്ത് വല്യച്ഛനും വല്യമ്മയും അവൻ്റെ ഫാമിലിയും ഒക്കെ ചേർന്നാണ് ആ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തേക്കുന്നത്. കൊല്ലം ഡിസ്ട്രിക്ട് കളക്ടറാണ് ആ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത്. സോ അങ്ങനെ ഒരു ഭാഗ്യവും കിച്ചുവിനുണ്ടായെന്നുള്ളതാണ്. പെട്ടെന്നൊന്നും ഡിസ്ട്രിക്ട് കളക്ടറെ കൊണ്ടൊക്കെ ഒരു പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു ഉറപ്പ് പറയുന്നത്, ഇനി ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും കിച്ചുവിൻ്റെ ആ ക്ലോത്തിങ് ബ്രാൻഡ് ഒരു പൊസിഷനിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ബാക്കിയൊക്കെ ഒരു ടീഷർട്ട് ബ്രാൻഡ് ഈ അടുത്തിറക്കി അതെ, അതാണ് ഞാൻ എന്തോ ഒരു സാധനം പറയാനായിട്ട് ഇങ്ങനെ മറന്നുപോയി. ഒരു ക്ലോത്തിങ് ബ്രാൻഡൊക്കെ ആയിട്ട് ലുപ്സി ബൈ കിച്ചു എന്നുള്ളൊരു ബ്രാൻഡൊക്കെ ആയിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കിച്ചുവിന്റെ ലൈഫ് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെ തുടങ്ങും എന്നൊക്കെ വിചാരിച്ചിരുന്നു? ഇല്ല, എന്ത് സമയം അച്ഛൻ ഉണ്ടായിരുന്ന ടൈമില് മോന്റെ ആഗ്രഹം എന്തായിരുന്നു? എന്താവണം? ഒരു ആഗ്രഹവും ഇല്ല. കാരണം വേണ്ടല്ല, എനിക്ക് അപ്പാപ്പ കിട്ടുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഒരു ആഗ്രഹം, ഒരു സംഭവം ഇല്ലായിരുന്നു. എല്ലാത്തിനും ഭയങ്കരമായിട്ടൊരു സപ്പോർട്ടറായിട്ട് ഒരാളുണ്ട്, ഒന്നിനും പേടിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ഈ ഒരു പോഡ്കാസ്റ്റിനകത്ത് നെഗറ്റീവായിട്ട് ഒരു വാക്ക് അവൻ മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യവും ആരെക്കുറിച്ചും, ഇപ്പോൾ അവൻ്റെ ഇപ്പുറത്തുള്ള ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ, അവനെ ഉപദ്രവിച്ച ആൾക്കാരായിക്കോട്ടെ, അവനെ നോക്കാത്ത ആൾക്കാരായിക്കോട്ടെ, അങ്ങനെ ഒരാളെക്കുറിച്ചും ഈ ഇൻ്റർവ്യൂ, ഈ പോഡ്കാസ്റ്റിനകത്ത് എൻറ്റയർ പോഡ്കാസ്റ്റ് കണ്ടിട്ടും 46 മിനിറ്റ് വീഡിയോ കണ്ടിട്ടും എവിടെയും അവൻ ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെ നെഗറ്റീവ് പറയുന്നില്ല. അതാണ് അവൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി. അവൻ ആരെയും ഇതുവരെയും നെഗറ്റീവായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അവൻ ഉണ്ടായ അനുഭവങ്ങൾ അവൻ പറഞ്ഞിട്ടുള്ളതല്ലാതെ അവൻ ആരെയും അവനെ ഉപദ്രവിച്ചെന്നോ അല്ലെങ്കിൽ അവനെ ബ്ലെയിം ചെയ്തെന്നോ അല്ലെങ്കിൽ അവനെ കുറ്റപ്പെടുത്തിയെന്നോ ഇത്രയധികം കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടും അവൻ എവിടെയും വന്നിട്ട് അങ്ങനെ സംസാരിക്കാൻ നിന്നിട്ടില്ല, അവൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞതല്ലാതെ. പിന്നെ രണ്ടാമത്തെ കാര്യം, അവൻ്റെ അനിയനെ ഓർത്തിട്ട് അവൻ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്നും ചെയ്യല്ലെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കേൾക്കാൻ തയ്യാറായില്ല. മാസം നല്ലൊരു എമൗണ്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ പേരിൽ ഇപ്പോൾ അവർ തമ്മിൽ കോൺടാക്ട് ഇല്ലാന്ന് അവൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് അവൻ പറയുന്നുണ്ട്. അതല്ല, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഇതുവരെയും ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവനെ ഉപദ്രവിച്ചെന്നും പറഞ്ഞിട്ട് അവൻ പൊതുമധ്യത്തിൽ വന്ന് സംസാരിച്ചിട്ടില്ല. ഈ പറയുന്ന ബിഷപ്പ് അവനെക്കുറിച്ച് എത്രയോ അനാവശ്യങ്ങൾ വിളിച്ച് പറഞ്ഞു, പക്ഷെ എന്നിട്ടും അവൻ റിയാക്ട് ചെയ്തിട്ടില്ല. അതാണ് അവൻ്റെ ക്വാളിറ്റി. അവൻ ഒരു കലാകാരൻ്റെ മകൻ എന്ന നിലയിൽ അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. അവൻ ആരെയും ബ്ലെയിം ചെയ്യാനോ അവൻ ആരെക്കുറിച്ച് നെഗറ്റീവ് പറയാനോ ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത്. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റും. ഇപ്പം വേറെ ഏതൊരാളാണെങ്കിൽ പോലും അവരെക്കുറിച്ച് മോശമായിട്ട് കേൾക്കുമ്പം എങ്ങനെയായാലും പ്രതികരിക്കാൻ വേണ്ടി വരും. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാൻ വരികയും ചെയ്യും. ആ സ്കോപ്പ്, ആ ചാൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ യൂട്യൂബ് ചാനൽ, ഇപ്പം കിച്ചുവിനാണെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട്, ആ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഒക്കെ എന്ത് ചെയ്യും, റീച്ച് ആക്കാൻ വേണ്ടിയും കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയും ശ്രമിക്കും. പക്ഷേ കിച്ചു അതൊന്നും മുതിരുന്നില്ല. അവൻ ആ സമയത്ത് വ്ളോഗ് പോലും ചെയ്തിട്ടില്ല. വളരെ കുറച്ച്, ഈ ഇടയ്ക്ക് എന്തോ ആണ് 1-2 വ്ളോഗുകൾ ചെയ്തത്. കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് കണ്ടു, ഒരു നായ്ക്കുട്ടിയെ മേടിച്ചതിൻ്റെ ഒരു വ്ളോഗ് കണ്ടു, പിന്നെ ഈ പറയുന്ന ലോഞ്ചിൻ്റെ വ്ളോഗ് കണ്ടു. അതല്ലാതെ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റിൻ്റെ വ്ളോഗ് അവൻ്റെ കൂട്ടുകാരൻ അവിടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വ്ളോഗ് വരുമായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ റീസെൻ്റ് ആയിട്ടാണ് കിച്ചുവിൻ്റെ കുറച്ച് വ്ളോഗുകൾ അടുപ്പിച്ചടുപ്പിച്ച് കാണുന്നത്. അതിന് മുന്നേ ആ കോൺട്രവേഴ്സിക്ക് നടക്കുന്ന സമയത്ത് കിച്ചുവിൻ്റെ ഒരു വ്ളോഗും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഫാമിലി ഉണ്ടല്ലോ, ആ ഫാമിലിയിലെ ചേട്ടനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് കിച്ചു പുതിയ വീഡിയോസും ചെയ്യാത്തത്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞെന്ന് പറയുന്നത്, മോനെ അവനോട് ഞങ്ങൾ പറയുന്നുണ്ട് അവൻ വീഡിയോസ് എടുക്കുന്നുണ്ട്, പക്ഷേ അവനൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. ഈ സമയത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കുറേ നെഗറ്റീവ് കമൻറ്റുകൾ വരും, അതുകൊണ്ടാണ് അവൻ അപ്ലോഡ് ചെയ്യാത്തതെന്ന് അവരെന്നോട് സംസാരിച്ചു. അവരെന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ വിളിച്ചിട്ടില്ല, കാരണം അവൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് വെറുതെ വിളിച്ച് സംസാരിച്ച് എന്താ പറയുക, കൂടുതൽ വിഷമിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വിളിക്കാൻ പോയില്ല. ഇവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ എങ്ങനെയാണ്, അവൻ വ്ളോഗ് ചെയ്യാത്തതിന് കാര്യം അതായിരുന്നു. പക്ഷേ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ അവൻ വീണ്ടും പഴയ ഒരു എന്താ പറയുക, ആ ഒരു പ്രൗഡിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ബാക്കിയേക്കാം പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ആ ഒരു കംഫർട്ട് സോൺ വിട്ടതിന് ശേഷമാണ് സത്യത്തില് കിച്ചുവായി മാറിയത് അല്ലേ? ഇതുവരെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഇരുന്നു, ഒന്നും ചിന്തിക്കാതെ അതിന്റെ അപ്പുറം എന്താണെന്നൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ. കൊല്ലം വിട്ട് വേറെ ഏതെങ്കിലും ജില്ലകളിലൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ മിക്കയിടത്തും പോകാറുണ്ട്. അച്ഛൻ്റെ കൂടെ ആണെങ്കിലും ഇപ്പൊ പണ്ടോട്ടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും പരിപാടി അങ്ങനെ എല്ലായിടത്തും മാക്സിമം പോകാറുണ്ട്. അച്ഛന്റെ സപ്പോർട്ടിനെ പറ്റി ഒന്ന് പറയാമോ? ഓർമ്മ വെച്ച എപ്പോഴാണ് ആ ഓർമ്മ, അച്ഛനുമായിട്ടുള്ള ഒരു ഓർമ്മ ഏത് വയസ്സ് മുതലാണ്? അത് ജനിച്ചപ്പം മുതലുള്ള ഇപ്പം ഓർത്തെടുക്കാൻ പറ്റുമോ അതൊക്കെ പെട്ടെന്ന്? ജനിച്ചെടുത്തതെന്ന് പറയുമ്പോ ഞാൻ അച്ഛൻ്റെ കൂടെ വന്ന് ഞാൻ തൊട്ടിലേക്ക് എല്ലാ മൂമെന്റ്സും അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതായിരുന്നു കൂടുതൽ. കാരണം എന്നെ സന്തോഷിപ്പിക്കാൻ അച്ഛൻ കൂടുതൽ നോക്കുക ആണല്ലേ? അതെ അതെ. അപ്പൊ എന്ത് പറ്റിയാലും ഞാനൊന്ന് വിഷമിക്കരുത്, ആ ഒരു സംഭവം അച്ഛനെപ്പോഴും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കിച്ചുവിന് വേണ്ടിയാണ് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി ആദ്യത്തെ കല്യാണം കഴിഞ്ഞു, ആ ഭാര്യ വിട്ടുപോയി, അവർ പിന്നെ മരണപ്പെട്ടു. അതിനുശേഷം മറ്റൊരു വിവാഹം കഴിച്ചു, ആ വ്യക്തിയും വിട്ടുപോയി.
മൂന്നാമത് ഒരു വിവാഹം കഴിച്ചതും കിച്ചുവിനെ നോക്കാൻ വേണ്ടിയാണ്. സോ കിച്ചുവിന് വേണ്ടിയാണ് ആ മനുഷ്യൻ ഇപ്പോൾ പുള്ളി പ്രോഗ്രാമിനൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ മോനെ നോക്കാൻ ആരുമില്ല, മോനെയും കൊണ്ടുപോയിട്ട് ആ സ്റ്റേജിൻ്റെ ബാക്കിൽ ഉറക്കി കിടത്തിയിട്ട് പ്രോഗ്രാമിൽ ചെയ്ത കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് കരുതിയിട്ടായിരിക്കാം ഞാൻ ആ മനുഷ്യനെ ന്യായീകരിക്കൊന്നും അല്ല, പക്ഷേ എന്നാൽ പോലും ആ മനുഷ്യൻ ചിന്തിച്ചത് അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ 3 കല്യാണം കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോയത്. പിന്നെ കിച്ചു അതിനകത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇത്രയും കടങ്ങൾ വന്നത്. ലോക്ക്ഡൗൺ സമയത്ത് ഒരു വെബ് സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു, യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടി. അങ്ങനെ കിട്ടിയ കാശ് വെച്ചൊക്കെ ഷൂട്ടിന് വന്ന ആൾക്കാരെ അവരുടെ ഭക്ഷണം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ആണ് കുറേ കടങ്ങളൊക്കെ കയറുന്നതാണ് കിച്ചു പറയും. നമുക്ക് അതിലേക്ക് വരാം. ബാക്കിയൊക്കെ ഇത് നിലനിർത്തിയാണ് അച്ചപ്പോഴും കൊണ്ടുപോകുന്നത്. കിച്ചു ഇത്രയും വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ മകനാണ്. ശരിക്കും നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുണ്ട് അച്ഛൻ്റെ കുറേ കോമഡികളൊക്കെ കണ്ട് അല്ലേ. ഭയങ്കര രസമാണ് അച്ഛൻ ജഗദീഷിനൊക്കെ കാണിക്കുന്നതൊക്കെ പെർഫെക്റ്റ് സാധനം. അച്ഛൻ്റെ പെർഫെക്റ്റ് ഒരു ഏതാണ് മോന് തോന്നിയിട്ടുള്ളത്? ഈ പറഞ്ഞ പോലെ തന്നെ ജഗദീഷും പിന്നെ ഈ സുരേഷ് ഗോപിയുടെ ശബ്ദം എടുക്കുന്നത്, പിന്നെ ഈ പെൺവേഷം ചെയ്യുന്ന സംഭവമുണ്ട്, അതിലൊക്കെ പുള്ളി കുറച്ച് നൈസാണ്. അച്ഛൻ്റെ പീക്ക് ടൈം ഏത് വർഷമായിരുന്നെന്ന് ഓർമ്മയുണ്ടോ? കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഇറങ്ങിക്കഴിഞ്ഞ് സ്റ്റാർ മാജിക്, അതിൽ കൂടെയാണ് എല്ലാവരും ഒന്നുകൂടി ഭയങ്കരമായിട്ട് അറിയാൻ തുടങ്ങുന്നത്. പിന്നെ അറിയാം, പക്ഷെ സ്റ്റാർ മാജിക് വന്നപ്പോൾ തൊട്ട് ഒന്നുകൂടി ഫെയിം നല്ല രീതിയിലായി, തൊട്ട് നല്ലൊരു ഇതായിരുന്നു. ഈ പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം മാഹിൻ്റെ ചോദ്യങ്ങളാണ്. മാഹിനും കൂടെ ഇരിക്കുന്ന അയാളും, എനിക്ക് ആളുടെ പേരെന്തോ നിതിനെന്നോ ജിതിനെന്നോ അങ്ങനെ എന്തോ പേരാണ്, എന്തോ ഒരു പേരാന്ന് തോന്നുന്നു. 2 പേരുടെയും ചോദ്യങ്ങൾ സാധാരണ ഓൺലൈൻ മാധ്യമങ്ങൾ വന്നിട്ട് ഇരുന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ, ഒരുമാതിരി കൊണസ്റ്റ് ചോദ്യങ്ങൾ, വൃത്തികെട്ട ചോദ്യങ്ങൾ. കാരണം അവർക്ക് ക്ലിക്ക് ബൈറ്റിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ആ ചാനലിൻ്റെ റീച്ചിന് വേണ്ടി ചോദിക്കുന്ന കുറേ കൊണസ്റ്റ് ചോദ്യങ്ങളുണ്ട്, വൃത്തികെട്ട ചോദ്യങ്ങളുണ്ട്. ഇമാതിരി ചോദ്യങ്ങളൊന്നും തന്നെ മാഹിനോ അല്ലെങ്കിൽ കൂടി ഇരിക്കുന്ന ആ ആങ്കറോ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും. എല്ലാം ഒരു നോർമൽ ഇൻ്റർവ്യൂ, പണ്ടൊക്കെ നമ്മൾ കാണുന്ന ഇൻ്റർവ്യൂസ് ഉണ്ടല്ലോ, ആ ഇൻ്റർവ്യൂവിൽ കാണുന്ന പോലെ വളരെ മനോഹരമായ ചോദ്യങ്ങൾ. അവൻ്റെ നിലവിലുള്ള ലൈഫ്, അവൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഫ്യൂച്ചർ പ്ലാൻ എന്താണ് തുടങ്ങിയ പോലുള്ള കാര്യങ്ങളല്ലാതെ പഴയ കാര്യങ്ങളോ അവൻ്റെ പാസ്റ്റ് ലൈഫിലുണ്ടായ ട്രോമാസ് ഇതിനെക്കുറിച്ചൊന്നും തന്നെ ഇവർ ചോദിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സാധാരണ കാണുന്ന ഇൻ്റർവ്യൂസ് എന്താണ്, അവൻ അങ്ങനെ പറയാനുള്ള കാര്യം എന്താണ്, ഇവൻ നിന്നോട് ഇങ്ങനെ പെരുമാറാൻ കാര്യം എന്താണ്, അവൻ നിന്നെ അന്ന് അങ്ങനെ എന്തിനാണ് ഉപദ്രവിച്ചത്, ഇമാതിരി ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ഇവർ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും കിച്ചനോട് ചോദിക്കുകയാണെങ്കിൽ അതുപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് ഒന്നും കിടക്കാതെ അവർക്ക് വേണ്ടി അവരുടെ ചാനൽ റീച്ചിന് വേണ്ടി മറ്റേ ടീം വന്ന് ചോദിച്ച പോലെയുള്ള പല ചോദ്യങ്ങളും ചോദിക്കാം. പക്ഷെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, ജെന്യൂൻ ആയിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടുക, അത് വെച്ചിട്ട് ചാനൽ റൺ ചെയ്ത് പോവുക. ചാനലിനൊരു എത്തിക്സ് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. അതാണ് മാഹിൻ കീപ്പ് ചെയ്യുന്നത്. വളരെ മനോഹരമായ ചോദ്യങ്ങളും വളരെ രസകരമായിട്ടുള്ള ചോദ്യങ്ങളുമാണ് മാഹിൻ കിച്ചനോട് ചോദിച്ചേക്കുന്നത്. സോ അതിന് മാഹിൻ ഒരു ഹാറ്റ്സ് ഓഫ്, മാഹിനും ആ കൂടെയുള്ള ആങ്കർക്ക് ഒരു ഹാറ്റ്സ് ഓഫ് പറയുവാണ്. ബാക്കിയൊക്കെ കുറെ കഷ്ടപ്പാടുകളിൽ കൂടെയൊക്കെയാണ് വന്നത്. നിങ്ങളുടെ ഫാമിലി ആയാലും അല്ലേ, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, കടം, കുറെ കാര്യങ്ങൾ അല്ലേ. അത് ഒരു കൊറോണ ടൈം വന്ന സമയത്ത് ഒരുപാട് കടവായിപ്പോയി അച്ഛന്. കാരണം അച്ഛനൊരു യൂട്യൂബ് ചാനലും തുടങ്ങി, അതിനകത്ത് വെബ് സീരീസ് തുടങ്ങാന്നുള്ളൊരു പ്ലാനായി. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം വീട്ടിൽ വിളിച്ചു വരുത്തി, ക്യാമറ എല്ലാ സെറ്റപ്പും. അപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ വെച്ച്. അത് അച്ഛന്റെ പൈസയിലാണോ? അച്ഛന്റെ യൂട്യൂബ് ചാനൽ അതിനകത്ത് ഇട്ടിട്ട് പോകുന്ന അതിന്റെ റവന്യൂ വെച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ പ്ലാനൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ ആയി. അപ്പോഴത്തേക്കും ഈ ആർട്ടിസ്റ്റ് ഇതെല്ലാരും അങ്ങ് തന്നെ വീട്ടിൽ തന്നെ. ആണോ? ഇത്ര 1-2 മാസം എല്ലാരും വീട്ടിൽ തന്നെ. എന്റെ പൊന്നെ, അവരുടെ എല്ലാവരുടെയും കാര്യം നോക്കണം, ഞങ്ങളുടെ കാര്യം നോക്കണം, എല്ലാം കൂടെ അങ്ങ്. ഒന്ന് ആലോചിക്കുക, ഒരു വെബ് സീരീസ് എന്ന് പറയുമ്പോൾ എങ്ങനെ പോലും ഒരു 4-5 ആർട്ടിസ്റ്റ് മിനിമം ഉണ്ടാവും, 4-5 പേര് മിനിമം ഉണ്ടാവും. പിന്നെ അതിൻ്റെ ക്യാമറ ക്രൂ കാര്യങ്ങളെല്ലാം ഒരു 10 പേരെങ്കിലും ഉണ്ടാവും ഒരു വെബ് സീരീസിന് വേണ്ടി ഷൂട്ടിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ 10 പേര് 2 മാസത്തോളം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ലോക്കായി പോകുക എന്ന് പറയുന്നത് എത്ര രൂപയുടെ ചിലവ് വരും? കൂടെ ഇവരുടെ കൂടെയുള്ള ആൾക്കാർ, ഇവരുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ. അപ്പോൾ എത്ര മെമ്പേഴ്സിന് 2 മാസം? ആ ഫസ്റ്റ് ലോക്ക്ഡൗൺ ഏകദേശം 3 മാസം ഉണ്ടായിരുന്നു, 3-4 മാസം ഉണ്ടായിരുന്നു. ഞാൻ ആ ലോക്ക്ഡൗണിന് എറണാകുളത്ത് ഒരു വീട്ടിനകത്ത് ഒറ്റയ്ക്ക് സ്റ്റക്കായി പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇത്രയും അധികം ആൾക്കാരെ തീറ്റി പോറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, നല്ല ചെറിയൊരു എമൗണ്ട് ഒന്നും പോരാ. അപ്പോൾ ഒരു പക്ഷേ അതുവരെ ഉണ്ടാക്കി വെച്ച പൈസ മുഴുവൻ അവിടെ തീർന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ആ മനുഷ്യൻ പിന്നെ കടം വാങ്ങിച്ചു തുടങ്ങിയത്. ആ സമയത്ത് പല വീഡിയോകളും പുറത്തു വന്നു, കടം മേടിച്ചിട്ട് തിരിച്ച് കൊടുക്കാൻ പറ്റാതെ വന്നിട്ട് ഭാര്യയെ കൊണ്ട് ഫോൺ എടുപ്പിക്കുന്ന അങ്ങനെ കുറേ സംഭവങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ 2 ലോക്ക്ഡൗണിനും ഒരുപാട് പേര് കഷ്ടപ്പാടിലേക്ക് പോയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കലാകാരന്മാർ, അത് സ്റ്റേജ് കലാകാരന്മാർ ഒരുപാട് പേര്, പല ആൾക്കാരും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഫാമിലിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കാരണം പ്രോഗ്രാമുകളില്ല. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടും കലാകാരന്മാർക്ക് പ്രോഗ്രാമുകളില്ല. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജ് കലാകാരന്മാർക്ക് പ്രോഗ്രാമുകളില്ല. അപ്പോൾ അത് അവരുടെ വരുമാനത്തെ വല്ലാതെ ബാധിച്ചു. പല ആൾക്കാരും മറ്റു പല ജോലികൾക്കും ഇറങ്ങി, അങ്ങനെ കുടുംബം നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. പല ആൾക്കാർക്കും അതിനും പറ്റാതെ കടം മേടിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ. അപ്പോൾ ഇത് കലാകാരന്മാർ ആ സമയത്ത് ഫേസ് ചെയ്ത ഭയങ്കര വലിയൊരു ഇഷ്യൂ ആണ്. അതേ ഇഷ്യൂ ആർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നാണ് കിച്ചു പറയുന്നത്.
കൊല്ലം സുധിക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നാണ് കിച്ചു പറയുന്നത്. അതാണ് അത്രയധികം കടങ്ങൾ വന്നെന്ന് പറയുന്നു. ബാക്കി ആ സമയത്ത് എനിക്കിതൊന്നും ചിന്തിക്കാനുള്ള ഒരു ഇതില്ല. ഞാൻ എപ്പോഴും ജോലി അല്ലേ, ഒരു സാധനം കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഒരു ഗെയിമും കളിച്ച് ഇങ്ങനെ പോകുന്നൊരിത്. അപ്പുറത്ത് എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. ആ റൂമിന്റെ അപ്പുറം ഇങ്ങനെ കാണുന്നുണ്ട്, വീഡിയോ എടുക്കുന്ന സംഭവം എഡിറ്റ് ചെയ്യുന്നൊക്കെ എൻ്റെ കമ്പ്യൂട്ടറിലാണ് വന്നിരുന്നത്. അതിനുള്ള ആൾക്കാരും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ഇതിലാണ് കാണുന്നത്. മനസ്സിലായി. ഇപ്പം കിച്ചു അച്ഛൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും പെർഫോം ചെയ്യാൻ പോയിട്ടുണ്ടാവും, പല നാടുകളിലും പോയിട്ടുണ്ടാവും. അപ്പോൾ പല കലാകാരന്മാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഗതിയുണ്ട്, കലാകാരന്മാർക്ക് അതായത് മലയാളികൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു അക്സെപ്റ്റൻസ് ഇല്ല എന്ന്. അത് എപ്പോഴെങ്കിലും കിച്ചുവിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അച്ഛൻ്റെ കൂടെ പോയിട്ട് എനിക്ക് അതവരങ്ങനൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എല്ലായിടത്തും കലാകാരന്മാർക്ക് അക്സെപ്റ്റൻസ് കിട്ടാത്തത് എന്താ പറയുക, കല്യാണ മാർക്കറ്റിലാണ്, വിവാഹ മാർക്കറ്റിലാണ്. കലാകാരൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സീരിയൽ നടൻ എന്ന് പറയുമ്പോഴൊക്കെ സീരിയൽ നടനോ അല്ലെങ്കിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ മിമിക്രി ആർട്ടിസ്റ്റോ വല്ല കിട്ടപ്പോരുണ്ടോ, വല്ല എന്താ പറയുക, വല്ല വരുമാനമൊക്കെ ഉണ്ടോ, മാസം എത്ര കിട്ടും, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. എന്നാൽ കഴിഞ്ഞ ഇത്രയും വർഷം അവർ ആ ജോലി ചെയ്ത് അല്ലെങ്കിൽ അവർ ആ തൊഴിൽ ചെയ്താണ് ജീവിക്കുന്നത്. എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും. ഞാനൊരു ദിവസം ചെന്നൈ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് എന്നോടൊരു പ്രായമുള്ളൊരു അങ്കിളാണ്. അപ്പോൾ ട്രെയിനിൽ വെച്ചിട്ടാണ് പുള്ളി ചോദിച്ചു എന്താ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറയുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തെങ്കിലുമൊക്കെ കിട്ടപ്പോരുണ്ടോ. ആ ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ അങ്ങ് ഐസായി പോവും. കാര്യം എല്ലാ ജോലിയെ പോലെ തന്നെയാണ് ഈ ജോലിയും. ഇവിടെയും പണിയെടുത്താൽ മാത്രമേ കാശ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അന്ന് ആക്ച്വലി എനിക്കൊരു മാസം ഒരു 30,000 to 40,000 പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു പല വർക്കുകളിൽ നിന്ന്. ഏകദേശം ഒരു 8-9 വർഷം മുന്നുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. ഞാനിങ്ങനെ 30 to 40 എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്രയൊക്കെ കിട്ടുമോ? ഞാൻ പറഞ്ഞാൽ ചില മാസങ്ങളിൽ അങ്ങനെ കിട്ടും, ചില മാസങ്ങളിൽ ചിലപ്പോൾ കുറയുമായിരിക്കും, ചില മാസങ്ങളിൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ കിട്ടും എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ കുഴപ്പമില്ല അല്ലേ? ഈ മാതിരി ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. കലാകാരന്മാർക്ക് അക്സെപ്റ്റൻസ് കിട്ടാതെ പോകുന്നത് ഇത്തരം സിറ്റുവേഷൻസിലാണ്. അവർക്കറിയാത്തത് കൊണ്ടും, പിന്നെ ഈ പറയുന്ന വിവാഹ മാർക്കറ്റ്, കല്യാണാലോചനയായിട്ട് പോവുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, അത് ഇന്ന ജോലിയാണ്. ഗവൺമെൻറ് ജോലി അല്ല അല്ലേ, അല്ലെങ്കിൽ കമ്പനി ജോലിയൊന്നും അല്ല അല്ലേ. ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണ എന്ന് പറയുന്നത് എന്താണ്, സേഫ് ആൻഡ് സെക്യൂർ ആണ്. ഇപ്പോൾ ഗവൺമെൻറ് ജോലി ഇരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും തട്ടിപ്പോയി കഴിഞ്ഞാലും പാർട്ട്ണർക്ക് ജോലി കിട്ടും, അതല്ലെങ്കിൽ പെൻഷൻ ആയി കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും. അപ്പോൾ അത് സേഫാണ് എന്നൊരു ധാരണയാണ് ഓരോ വ്യക്തികൾക്കും ഉള്ളത്. പ്രൈവറ്റ് സെക്ടറും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ പല കമ്പനികളും പിരിച്ചുവിടൽ ഭീഷണിയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ കാണാറുണ്ട്, ഒരു കൂട്ടം ആൾക്കാരെ പിരിച്ചുവിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എവിടെയും ഇപ്പോൾ സേഫ് അല്ല. അപ്പോൾ ഒരുപാട് മേഖലകളിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോഴും നമുക്കത് സർവൈവ് ചെയ്ത് പോകാൻ പറ്റി. അപ്പോൾ കലാകാരന്മാരാണെങ്കിലും എടുക്കുന്ന ജോലിക്കുള്ള കൂലി കിട്ടുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓരോരുത്തരും അത് ജീവിക്കുന്ന പോലിരിക്കും, ജീവിക്കുന്ന സാഹചര്യങ്ങൾ പോലിരിക്കും, ജീവിക്കുന്ന ചുറ്റുപാട് പോലിരിക്കും. ആഡംബരത്തോടെ ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ ആർക്കും പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് കലാകാരന്മാരെ അങ്ങനെ പുച്ഛിച്ച് തള്ളേണ്ട ആൾക്കാരല്ലെന്നുള്ളതാണ്. ബാക്കിയൊക്കെ അക്സെപ്റ്റൻസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. മോനെ എല്ലാവർക്കും അച്ഛനെ കിട്ടി കാണാം, എനിക്കറിയില്ല. പറഞ്ഞോട്ടാ, സോറി. ഞാൻ എൻ്റെ ഇടയിൽ ഇന്റർവ്യൂ ചെയ്യും. ഞാൻ തീർന്നെന്ന് വിചാരിച്ചില്ല. എല്ലാവർക്കും രണ്ട് ഫേസ് ഉണ്ട് മോനെ. ഇപ്പൊ കിച്ചുവിനെ എനിക്ക് രണ്ട് ഫേസ് ഉണ്ട്. ഇരിക്കുന്ന ഞാനല്ല. അതെ, ഇപ്പൊ എനിക്കും ഉണ്ട് മോനെ. എനിക്ക് ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് എനിക്ക് ഫീലിങ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ വിഷമിക്കും. സ്നേഹം വാരി കോരി കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും അവരുടെ ഫേസ് മൊത്തത്തിൽ കാണിക്കാൻ പറ്റില്ല ക്യാമറയുടെ ഫ്രണ്ടിൽ അല്ലേ. ഇപ്പൊ അച്ഛനെ നമ്മളെല്ലാം കാണുന്ന TV കൂടെ കാണുന്ന അച്ഛൻ ഭയങ്കര ഹാപ്പി ഫേസ് ആയിട്ടുള്ള അച്ഛനാണ്. കാരണം നമ്മളെല്ലാം ചിരിപ്പിച്ചിരുന്നു, കൂടുകൂടെ അവിടെ നിന്ന് പുല്ലൻ സുചേട്ടൻ അടിക്കുന്ന ഓരോ കൗണ്ടറുകളും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ TV കാണുന്ന സുചേട്ടനും വീട്ടിലുള്ള സുചേട്ടനും ഒരേപോലെയാണ്. പിന്നെ വിഷമങ്ങൾ വരുമ്പം എന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് ഷെയർ ആണല്ലേ. കാരണം ഭയങ്കര കൂടെ എപ്പോഴും ഞാനും അച്ഛനായിരിക്കും ഷൂട്ടിന് പോവുക. അപ്പോഴായിരിക്കും ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കുള്ള ഒരു ടൈം. അപ്പൊ അതിൽ ഞങ്ങൾ ഒരുപാട് സംസാരിക്കും ഇങ്ങനെ കാര്യങ്ങൾ. അപ്പൊ അച്ഛൻ്റെ വിഷമങ്ങളിലും പറയും, എന്റെ മുന്നിൽ ഇരുന്ന് കൂടുതലും കരയൊക്കെ ചെയ്യാം. കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞിട്ടുണ്ട്. അപ്പൊ മോൻ എന്ത് ചെയ്യും? അപ്പൊ എന്താണ് സമാനിപ്പിക്കുന്നത്? എങ്ങനെയാണ്? പൂട്ട് നമുക്ക് റെഡിയാക്കാം. ചിലപ്പോ കാണുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു വിഷമം വരില്ലേ, അങ്ങനെ കണ്ണ് പറയും. അച്ഛൻ ഇപ്പൊ കൂടെ ഉണ്ടെന്നല്ലേ, അതുകൊണ്ടാണല്ലോ ഇതുവരെ എത്തിയത്. ആ ഒരു തോന്നലില്ലേ ആക്ച്വലി? അതെ അതെ. സംസാരിക്കാറുണ്ടോ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ? എങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ചിന്തകളാണ് കൂടുതലും. ഒരു ഇപ്പൊ കുഴപ്പമില്ല വലുതായിട്ട്. ഏറ്റവും കൂടുതൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്ത എന്തുവാ? അച്ഛനായിട്ട് ഞാൻ ഒരു വട്ടം ഒരു വഴക്കായിരുന്നു. പക്ഷെ എന്റെ ഒരു മനസ്സിലൊരു സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എനിക്ക് തിരിച്ചൊരു സന്തോഷിപ്പിക്കാനായിട്ട് ഒരു കാര്യം പോലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് വേണ്ടത് ഇത്ര വരെ എനിക്ക് ചെയ്തു തന്നു. പക്ഷെ ഞാൻ അതുപോലെ അന്ന് മനസ്സിലാക്കിയെടുത്തില്ല ഓരോ കാര്യങ്ങൾ. അതൊക്കെ ഭയങ്കര ഒരു റിഗ്രറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും. അടിയുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അത് ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് ഒരു സംഭവം വന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരമായി. അപ്പൊ അച്ഛനോട് പറയാറുണ്ട് ഇങ്ങനെ കുടിക്കല്ലേ അങ്ങനെ? പറയാറുണ്ട്. അതിപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം. അച്ഛൻ്റെ കൂട്ടുകാരാണെങ്കിലും അത് കുറച്ചൊരു ഇതായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്ത് വെക്കുമായിരുന്നു. ഞാൻ ഉണ്ടെങ്കിൽ വലിയായിട്ടില്ല, ഞാൻ ഭയങ്കര കൺട്രോൾ ചെയ്ത് തീർത്തു. അവൻ്റെ മനസ്സിൽ എപ്പോഴും മാറാതെ നിൽക്കുന്നൊരു പെയിനാണ് ഈ പറയുന്ന കാര്യം, ഈ പറഞ്ഞ കാര്യം. അച്ഛൻ
അച്ഛനുമായിട്ടുണ്ടായ വഴക്ക്, അതിന് പകരമായിട്ട് അവനൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് കാണുമ്പം തോന്നുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വേദന അറിയില്ല, അല്ലെങ്കിൽ കണ്ണിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊന്നും നമ്മൾ അറിയില്ല. പക്ഷെ കണ്ണില്ലാതാവുന്നൊരവസ്ഥയിലാണ്, ആ ഇല്ലായ്മയിലാണ് നമ്മൾ ആ വ്യക്തിയോട് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയോട് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നത്. അതാണ് കിച്ചുവിനോട് സംഭവിച്ചത്. അച്ഛനോട് പിണങ്ങി അല്ലെങ്കിൽ അച്ഛനോട് വഴക്കിട്ടു, അച്ഛന് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. ശരിക്കും അതൊരു മെസ്സേജാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ആ വ്യക്തികളുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കില്ല. അവരോട് വഴക്കിടുന്നു, അല്ലെങ്കിൽ അവരോട് ശാഠ്യം പിടിക്കുന്നു, അവരോട് ഈഗോ കാണിക്കുന്നു. വഴക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവരോട് മിണ്ടത്തില്ല, ആ ഈഗോ കാണിച്ചവിടെ ഇരിക്കും. ഒരു ദിവസം നമ്മൾ അറിയുവാണ് ആ വ്യക്തി ഈ ഭൂമി വിട്ട് പോയെന്ന്. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ട്, അത് സഹിക്കാൻ പറ്റില്ല. ഭയങ്കര വലിയൊരു പെയിൻ ആയിരിക്കും അത്. കാരണം പിന്നെ നമുക്ക് അവരെ കാണാൻ പറ്റില്ല, പിന്നെ അവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവരോട് ആ ഒരു പിണക്കം മാറ്റാൻ പറ്റില്ല. അതുവരെ നല്ല സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർ എന്തെങ്കിലും നിസ്സാര കാര്യത്തിനായിരിക്കും പിണങ്ങുന്നത്. ആ പിണക്കത്തിൻ്റെ പേരിൽ പിന്നെ മിണ്ടാതിരിക്കുന്നു, നാളുകൾ തള്ളിപ്പോകുന്നു. ആരെങ്കിലൊക്കെ വന്ന് പറഞ്ഞാലും എനിക്ക് മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞ് വിടും. കാരണം അവർ നമ്മളെ വിട്ടു പോകുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഒരു ദിവസം ആ വാർത്ത കേൾക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. കാര്യം ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല, അതാണ് അവസ്ഥ. കിച്ചുവിൻ്റെ ഈ ഒരു വാക്കുകളിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് അതാണ്, ഞാൻ മനസ്സിലാക്കുന്ന ഒരു മെസ്സേജ് അതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്. കുറച്ച് നാൾ മുൻപ് എൻ്റെ ഒരു സുഹൃത്ത്, അവരുടെ ഒരു സുഹൃത്തുമായിട്ട് ചെറിയൊരു വഴക്കുണ്ടായിട്ട് ഒരു 3 മാസമോ 4 മാസമോ ഒക്കെ പിണങ്ങിയിരുന്നു. ഒരു ദിവസം കേൾക്കുന്നത് ആ സുഹൃത്തിന് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നാണ്. ഇന്നും ഈ സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഇന്നും ആ വ്യക്തിക്ക് ആ പെയിനിൽ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല. അവരുടെ വാട്സപ്പ് DP എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഫോട്ടോയാണ്, അവരുടെ സുഹൃത്തിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ ഈ ഫോട്ടോ തന്നെ ഇട്ടേക്കുന്നത്? അത് എനിക്കെന്നും അവനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ ചിന്ത അന്ന് തോന്നിയിരുന്നെങ്കിലോ, ആ ഒരു സോറി പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പിണക്കം മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും ഹേർട്ട് ആവില്ലായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പിണങ്ങാം, പക്ഷെ മിണ്ടാൻ വേണ്ടി ആയിരിക്കണം. കാരണം നാളെ ആ വ്യക്തി ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവണമെന്നില്ല. ബാക്കിയൊക്കെ കണ്ണുള്ളപ്പോൾ അതിന്റെ വാല്യൂ അറിയത്തില്ല, അപ്പോൾ കണ്ണില്ലാണ്ടാവുമ്പോഴാണ് അതിന്റെ വാല്യൂ അറിയുന്നില്ല. അങ്ങനെ വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അറിയില്ലായിരുന്നു സത്യം. ഒറ്റയടിക്കാണ് എനിക്ക് ഈ സാധനങ്ങളെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഈ കണ്ണ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പല തിരിച്ചറിവുകളും ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അവരുടെ റിയൽ ഫേസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറേ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് കപ്പിളായിരിക്കും. അപ്പോൾ അതിനുശേഷം കിച്ചുവിന്റെ ലൈഫിൽ കിച്ചു പഠിച്ചൊരു പാഠം എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പാഠം പഠിച്ചതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഞാൻ അങ്ങനെ ഒരാൾ, എനിക്കൊരു ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ ഒരു കൂട്ടാനെങ്കിലും എൻ്റെ കൂടെ വേണം. അതാണ് എനിക്കിപ്പോൾ മാറ്റിയെടുക്കേണ്ട ഒരു സംഭവം. ഒരു കാര്യം ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് എനിക്ക് ഇത്ര വയസ്സായിട്ടും ഒറ്റയ്ക്ക് നേരെടുത്ത് വീടുണ്ടാക്കില്ലേ? അല്ല, ഞാനിപ്പം ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ എനിക്കൊരു കൂട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലേ, അത് മാറ്റിയെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതെ, അതിനല്ലേ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തത്? അത് ആര് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത്? അതിങ്ങനെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ. ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയായിരുന്നു? സ്വന്തമായിട്ട് ഏർണിങ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ്? ഞാൻ പണ്ട് തൊട്ട് ഇങ്ങനെ എന്തെങ്കിലും ഡൊമിനോസിലോ അങ്ങനെയൊക്കെ ജോലിക്ക് പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ ഭയങ്കരമായിട്ട് ഫോളോവേഴ്സ് ഉണ്ട്. വിചാരിച്ചത് എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൂടാ? അങ്ങനെ ഒരു തോട്ട് തോന്നി. അപ്പോൾ കൂട്ടുകാരെടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്ത് അപ്പോഴത്തേക്ക് ആദ്യം യൂട്യൂബ് തുടങ്ങുന്ന പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട്, അത് കൂട്ടുകാരെല്ലാവരും കൂടെ ടൈപ്പ് ചെയ്ത് ഒരു പാരഗ്രാഫൊക്കെ എഴുതി അങ്ങനെ ഇട്ടൊരു പോസ്റ്റാണ്. അപ്പോൾ അതിൽ കൂടെ തന്നെ അത് ഭയങ്കരമായിട്ട് റീച്ച് ആയിരുന്നു. അതിൽ കൂടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കരമായിട്ട് കൂടി, ഭയങ്കര സപ്പോർട്ടായി അങ്ങോട്ട്. കൂട്ടുകാരന്മാർ ഭയങ്കര സപ്പോർട്ട് അല്ലേ? പക്ഷേ കൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന കൂട്ടുകാരൻ്റെ പേര് ജയ്ജിത്തിനെ യൂട്യൂബ് കാണുന്നവർക്ക് എല്ലാവർക്കും തുടക്കം തൊട്ടേ അറിയാം. ജയ്ജിത്താണ് കൂടെ നിന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കുന്ന ടീം ജയ്ജിത്ത്. മറ്റേ സപ്പോർട്ട് സിസ്റ്റം ആണ് ജയ്ജിത്തിന്. പക്ഷേ കൂട്ടുകാരനാണ് അല്ലേ? അതെ, ഞാൻ കൊല്ലത്ത് വന്നിട്ട് കമ്പനിയാണ് ജയ്ജിത്ത്. കൂട്ടുകാരൻ, കിച്ചുവിൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ശരിക്കും അവൻ്റെ ബാക്ക് ബോൺസ് എന്ന് വേണമെങ്കിൽ പറയാം. അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന 2 പേരാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്. ഒന്ന് ജയ്ജിത്തും, ഒന്ന് മറ്റേ പയ്യൻ്റെ പേര് ഞാൻ എനിക്ക് ഓർമ്മയില്ല. ഈ 2 പേര് അവർ തന്നെയാണ് കംപ്ലീറ്റ്ലി അവൻ്റെ കൂടെ നിൽക്കുന്നത്. അവനാണെങ്കിൽ കൂട്ടുകാരില്ലാണ്ട് ഒന്നും ചെയ്യത്തുമില്ല, സംസാരിക്കാൻ അവന് ബുദ്ധിമുട്ടുണ്ട്. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവനുണ്ട്. അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് കിച്ചു ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഇനി അങ്ങോട്ട് പറയുന്നത് അവൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിനെ കുറിച്ച്, ലുക്സി ബൈ കിച്ചു, ആ ഒരു ക്ലോത്തിങ് ബ്രാൻഡിനെ കുറിച്ചും ടീഷർട്ടിൻ്റെ ഡിസൈൻസ്, ഇനി പുതിയ ഡിസൈൻസ് വരാൻ പോകുന്നു പറയുന്ന കാര്യങ്ങളും, പിന്നെ ഇപ്പോൾ ഡിസൈൻ ആരാണ് കണ്ടുപിടിച്ചത്, ആ പേര് ആരാണ് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ഇൻ്റർവ്യൂവിൽ ഇനി അങ്ങോട്ട് പറയുന്നത്. സോ നിങ്ങൾ ബാക്കിയുള്ള ഭാഗം ആ ഇൻ്റർവ്യൂ തന്നെ നേരിട്ട് കാണാത്ത ആൾക്കാർ ആ ഇൻ്റർവ്യൂ മച്ചാൻസ് വ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലിനകത്ത് ഇൻ്റർവ്യൂ ഉണ്ട്, അവിടെ പോയി കാണുക. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയൊരു ഇൻ്റർവ്യൂ, ഭയങ്കര രസമായിട്ട് കേട്ടിരിക്കാൻ പറ്റി. അവരുടെ തമാശകളും അവൻ്റെ ഫ്യൂച്ചർ പ്ലാനും ഒക്കെ പറയുന്നൊരു ഇൻ്റർവ്യൂ ആണ്. സോ കിച്ചു ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ, യാതൊരു രീതിയിലും ടേൺ മാറിപ്പോവാതെ ഇതുപോലെ മുന്നോട്ട് പോട്ടെ. നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ഇതുപോലെ തന്നെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റട്ടെ. സോ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ഹൈപ്പ് ഒന്ന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുക്കുക. കാരണം ഇന്നിപ്പോൾ മൺഡേ ആണ്, ഹൈപ്പ് ഓപ്ഷൻ എന്തായാലും ഉണ്ടാവും, നിങ്ങൾ കൊടുക്കുക. അഭിപ്രായം പറയാനുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.